രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ധർമ്മപദം 6ാമത്തെ എപ്പിസോഡാണ്. ധർമ്മപദത്തിൻ്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് 12 മണിക്ക് നാരായണീയമുണ്ട്, നിങ്ങൾ കേൾക്കണം. എല്ലാ ചൊവ്വാഴ്ചയും രാധാറാണിയുടെ കഥയുണ്ട്, രാധയുടെ പ്രണയം. ബുധനാഴ്ച ബുദ്ധൻ, വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. വെള്ളിയാഴ്ചയാണ് ധർമ്മപദത്തിൻ്റെ ക്ലാസ്. ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദം മഹത്തായ ഗ്രന്ഥമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊരു വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിങ്ങളത് നിശ്ചയമായിട്ടും എന്ത് ചെയ്യണം, കേൾക്കണം. പിന്നെ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്നൊരു വീഡിയോ ഉണ്ട്, അപ്പോൾ അതും നിങ്ങൾ കേൾക്കണം. അപ്പോൾ നമുക്ക് ധർമ്മപദത്തിലേക്ക് വരാം. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അതിനകത്ത് ഇതിനകത്ത് ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്ര ഫലങ്ങൾ. സംശയമുള്ളവർ എന്തെങ്കിലും ജ്യോതിഷം അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് 9645333999. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ ഹും. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 രാധേ
രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ബുദ്ധൻ എഴുതിയ ശ്ലോകം വായിക്കാം. പ്രതിഫലിപ്പിക്കാത്തൊരു മനസ്സ് ചോർന്നൊലിക്കുന്ന മേൽക്കൂര പോലെയാണ്. ആസക്തി മഴ പോലെ വീടിനെ പ്രളയത്തിൽ മുക്കും. എന്നാൽ മേൽക്കൂര ശക്തമാണെങ്കിൽ പാർപ്പിടം സുരക്ഷിതമായിരിക്കും. ഇത് നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഞാൻ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്താലും മതി. എടുത്തിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് പ്രിൻ്റ് എടുക്കാം. അല്ലാതെ പുസ്തകം കിട്ടാൻ ഇത് പാടാണ്. ഇത് ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷും കൂടെ പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ചിട്ടോണം. ആൻഡ് അൺറിഫ്ലക്റ്റിംഗ് മൈൻഡ്. കണ്ടോ, പ്രതിഫലിക്കുക, റിഫ്ലക്റ്റ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ആരെന്ന് പറയുന്നത്? അൺറിഫ്ലക്റ്റിംഗ് മൈൻഡ്. പ്രതിഫലിപ്പിക്കാത്ത മൈൻഡ്, മനസ്സ്. ഈസ് എ പുവർ റൂഫ്. റൂഫ് മേൽക്കൂര. നമ്മളെ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയുടെ ഇംഗ്ലീഷാണ് ഏതെന്ന് പറയുന്നത്? പുവർ റൂഫ്. പാഷൻ. പാഷൻ എന്ന് പറഞ്ഞാൽ ആസക്തി. ലൈക്ക് ദ റെയിൻ. കണ്ടോ, പാഷൻ, ആസക്തി ഏതുപോലെയാണ്? മഴ പോലെയാണ്. ഫ്ലഡ്സ്. ഫ്ലഡ്സ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ദ ഹൗസ്. ബട്ട് ഇഫ് ദ റൂഫ് ഈസ് സ്ട്രോങ്. പക്ഷെ റൂഫ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഷെൽട്ടർ. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്? അഭയസ്ഥാനമുണ്ട്. ഷെൽട്ടർ, അഭയസ്ഥാനം. വളരെ ശ്രദ്ധിക്കണം. പ്രതിഫലിപ്പിക്കാത്ത മനസ്സാർക്കൊക്കെ ഉണ്ടോ? ആ പ്രതിഫലിപ്പിക്കാത്ത മനസ്സാർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ ഏതുപോലെയാണ്? അവരൊക്കെ ചോർന്നൊലിക്കുന്ന മേൽക്കൂര പോലെയാണ്. ഒരു വലിയ മഴ പെയ്താൽ നിങ്ങളുടെ വീട്ടിൽ വെള്ളം വന്ന് വീഴുകയും ആ വെള്ളപ്പൊക്കത്തിൽ നിങ്ങൾ മുങ്ങി മരിക്കുകയും ചെയ്യും. അതുപോലെ പ്രതിഫലിപ്പിക്കാത്ത മനസ്സുള്ളവൻ ആസക്തികളെന്ന് പറയുന്ന മഴ, ആഗ്രഹങ്ങളെന്ന് പറയുന്ന മഴ, കാമമെന്ന് പറയുന്ന മഴ, ആ മഴ വെള്ളത്തിനകത്ത് മുങ്ങി മരിക്കാനാണ് അവൻ്റെ വിധി എന്ന് പറയുന്നത്. പക്ഷേ പ്രതിഫലിപ്പിക്കുന്ന മനസ്സുള്ളവൻ ആരാണോ അവനെ സംബന്ധിച്ചിടത്തോളം നല്ല ഉറച്ച കോൺക്രീറ്റ് കെട്ടിടത്തിൽ കിടക്കുകയാണ്. ആസക്തി അല്ലെങ്കിൽ ആഗ്രഹം എന്ന മഴത്തുള്ളികൾ ആ കോൺക്രീറ്റിൽ വന്ന് പതിച്ച് തെറിച്ചു പോകും. നമ്മുടെ വീട്ടിനകത്തേക്ക് വരില്ല. നമ്മൾ വളരെ സുരക്ഷിതരായിരിക്കും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്താണ് പ്രതിഫലിപ്പിക്കുന്ന മനസ്സും പ്രതിഫലിപ്പിക്കാത്ത മനസ്സും? ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഒരു കണ്ണാടി. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ രൂപം കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ രൂപം കണ്ണാടിക്കകത്ത് കാണാം. അതിനെയാണ് പ്രതിഫലനം. പക്ഷേ കണ്ണാടിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നുന്നില്ല. മനസ്സിലാക്കണം. നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ രൂപം അതിനകത്ത് കാണാം. നമ്മുടെ രൂപം പ്രതിഫലിപ്പിക്കുകയാണ്. പക്ഷേ കണ്ണാടിക്ക് നിങ്ങളോട് യാതൊരു വികാരവുമില്ല. കണ്ണാടിക്ക് നിങ്ങളോട് ഇഷ്ടവുമില്ല. കണ്ണാടിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടുകളുമില്ല. ഇതാണ് പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോളണം. ഈ ലോകത്ത് ഏത് വസ്തുക്കളെ കണ്ടാലും അത് കാണുന്നു, അത്രയേ ഉള്ളൂ. അതിനോട് ഇഷ്ടവുമില്ല, വിരോധവുമില്ല. ഒരു കണ്ണാടി നിങ്ങളുടെ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നു. കണ്ണാടിക്ക് നിങ്ങളോട് ഇഷ്ടവുമില്ല, വിരോധവുമില്ല. അതുപോലെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഏത് വസ്തുവിനെ കണ്ടാലും നിങ്ങൾ അതിനെ ജസ്റ്റ് കാണുന്നു. അതിനോട് ഇഷ്ടവുമില്ല, ഇഷ്ടക്കേടുമില്ല. അതിനെയാണ് പ്രതിഫലിപ്പിക്കുക എന്ന് ബുദ്ധൻ പറയുന്നത്. അപ്പോൾ ശ്രീബുദ്ധൻ പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
കണ്ണാടി നിങ്ങളുടെ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പം കണ്ണാടിക്ക് നിങ്ങളുമായി ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏത് സാധനവും നിങ്ങൾ ജസ്റ്റ് കാണുന്നു, അത് നിങ്ങളുടെ മനസ്സിൽ തട്ടുന്നില്ല. ഉദാഹരണം പറയാം, ഒരു കൊച്ചു കുഞ്ഞ്, ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞ് അത് കണ്ണ് തുറക്കുന്നു. കണ്ണ് തുറക്കുന്ന കുഞ്ഞ് അത് മരത്തെ കാണുന്നു. പക്ഷെ അത് ഒരിക്കലും പറയുന്നില്ല ഇത് മരമാണെന്ന്. അത് ജസ്റ്റ് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അത് ഒരു ഇലക്ട്രിക് ലൈറ്റ് അല്ലേ, ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചിട്ടതെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റ് കാണുന്നു. അതൊരു ലൈറ്റ് ആണെന്ന് അത് ഒരിക്കലും പറയുന്നില്ല. അത് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നു. ഒരു റോസാപ്പൂ കാണുന്നു, അത് റോസാപ്പൂ ആണെന്ന് ഒരിക്കലും ആര് പറയുന്നില്ല, ഈ കുട്ടി പറയുന്നില്ല. ഒരു കൊച്ചു കുഞ്ഞ് എന്താ ചെയ്യുന്നത്, അതിങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് മരത്തിനെ കാണുന്നു, അതൊന്നും അത് മനസ്സിൽ കയറ്റി വെക്കുന്നില്ല. അതിന് മരത്തിനോട് ഇഷ്ടവുമില്ല, ഇഷ്ടക്കേടുമില്ല. അതാണ് പ്രതിഫലിപ്പിക്കുന്ന മനസ്സ്. ആ കുഞ്ഞ് ഒരു റോസാപ്പൂ കാണുന്നു, അത് കാണുന്നു, ജസ്റ്റ് കാണുന്നു, അത്രയേ ഉള്ളൂ. കണ്ണാടി രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ, ആ കണ്ണാടിക്ക് ഒരു ബന്ധവും നിങ്ങളുമായിട്ടില്ലാത്തതുപോലെ കുഞ്ഞൊരു പനിനീർ പൂവിനെ കണ്ടാൽ അതിനോട് അതിന് ഇഷ്ടവുമില്ല, ഇഷ്ടക്കേടുമില്ല, ജസ്റ്റ് കാണുന്നു അല്ലേ. ഒരു പച്ച പുൽമേട കാണുന്നു ഒരു കുഞ്ഞ്, ജസ്റ്റ് കാണുന്നു, അതിന് ആ പുല്ലിനോട് ഇഷ്ടവുമില്ല, ഇഷ്ടക്കേടുമില്ല. നിങ്ങളൊരു കുഞ്ഞിനെയും കൊണ്ട് ബീച്ചിൽ പോകുന്നു എന്നിരിക്കട്ടെ, കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പറയാണ് മക്കളെ കടൽ 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 കടൽ. അതിനെന്താണ്, അത് കടൽ കാണുന്നുണ്ട്, പക്ഷെ അതിന് കടലിനോട് യാതൊരു ആസക്തിയുമില്ല, യാതൊന്നുമില്ല. അപ്പൊ കുഞ്ഞിൻ്റെ മനസ്സ് പ്രതിഫലിക്കുന്ന മനസ്സാണ്. പ്രതിഫലിക്കുന്ന മനസ്സിന് അതിനോട് ഇഷ്ടവുമില്ല, ഇഷ്ടക്കേടുകളുമില്ല. പ്രതിഫലിച്ചില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ആ കടലിനെ എടുത്ത് നിങ്ങളുടെ മനസ്സിൽ വെച്ചു, അതിനെ വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറല്ല. അതാണ് പ്രതിഫലിക്കാത്ത മനസ്സ്. ഇവിടെ ബുദ്ധൻ നിങ്ങൾക്ക് വലിയ ഒരു പ്രാക്ടീസിൻ്റെ സംഗതി പറഞ്ഞു തന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ ചിന്തകളെ അടക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരാണ്. അതുകൊണ്ട് സാക്ഷാൽ ശ്രീബുദ്ധൻ നിങ്ങൾക്കൊരു വലിയ പരിശീലന കളരി ഒരുക്കുകയാണ്. ബുദ്ധൻ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്നു തൊട്ട് നിങ്ങൾ കടപ്പുറത്ത് പോകുന്നു, കടൽ കാണുന്നു, ജസ്റ്റ് കാണുന്നു. അല്ലാതെ അയ്യോ ഈ കടൽ എന്തൊരു ഭംഗി, ഓ നല്ല രസമുണ്ട് കടപ്പുറത്തിരിക്കാൻ, കടൽ കാറ്റേക്കാൻ നല്ല രസമുണ്ട്, ഓടിച്ചെന്ന് കാല് നനയ്ക്കുന്നു, ഹായ് കാലിൽ വെള്ളം വന്ന് വീഴുമ്പോൾ എന്തൊരു സുഖം. അപ്പം നിങ്ങളുടെ മനസ്സ് പ്രതിഫലിക്കുന്നില്ല, കടലിനെ നിങ്ങൾ പ്രതിഫലിക്കുന്നില്ല, കടലിനെ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് അങ്ങ് എടുത്ത് വെക്കുകയാണ്. അതാണ് ഒട്ടൽ എന്ന് പറയുന്നത്. അതേസമയം ഇന്ന് തൊട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, കടൽ കാണുന്നു, ജസ്റ്റ് കാണുന്നു, അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് കടൽ കാണിക്കുന്നതൊക്കെ കാണുന്നു, അതിനോട് ഇഷ്ടവും വേണ്ട, ഇഷ്ടക്കേടും വേണ്ട. കടലിൽ കാല് നനയ്ക്കണോ, നനയ്ക്കുന്നു, ചെന്ന് നിൽക്കുന്നു, വെള്ളം വന്ന് തൊടുന്നു, അത്രയേ ഉള്ളൂ. അത് തൊടുന്നു, അത് തൊട്ടിട്ടങ്ങ് പോകുന്നു. നിങ്ങളൊരു റോസാപ്പൂ കാണുന്നു, ജസ്റ്റ് കാണുന്നു, അത്രയേ ഉള്ളൂ. ആ റോസാപ്പൂ കാണുന്നു, അതിനെക്കുറിച്ച് ഒരിക്കലും മനസ്സിൽ പറയരുത്, ഓ റോസാപ്പൂ എന്ത് രസമായിരിക്കുന്നു, എനിക്കത് ഇഷ്ടമാണല്ലോ എന്ന് പറയരുത്. അങ്ങനെ പറയുന്നവൻ എപ്പോഴും ഒട്ടലിലേക്ക് പോവുകയും അവൻ്റെ മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ, ആസക്തികൾ ഒന്നിന് പിറകെ മറ്റൊന്നായി വരും. കടൽ കാണുമ്പോൾ ആ കടലിന് എന്തൊരു ഭംഗി, അപ്പം അടുത്ത ആഴ്ചയും കടൽ കാണാൻ പോകാനുള്ള ആഗ്രഹം ഉണ്ടാകും. ഒരു പനിനീർ പൂ കാണുമ്പോൾ എന്തൊരു ഭംഗി. ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഉടനെ അത് മുടിയിൽ ചൂടാൻ തോന്നും, ഒരു പുരുഷനാണെങ്കിൽ അതൊന്ന് മണപ്പിക്കാൻ തോന്നും, അതിനെ ഒന്ന് പിച്ചിയെടുക്കാൻ തോന്നും, അതിനോട് ഒട്ടരായി. അടുത്ത ദിവസം വീണ്ടും ആ പൂ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് പോയാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നും. അതേ കണക്ക് തന്നെ ഒരാള് മനസ്സിലായി, നിങ്ങളൊരു പശുവിനെ കാണുന്നു, അത്രയേ ഉള്ളൂ, അതിനോട് ആസക്തിയില്ല, ഒന്നുമില്ല. അതേ കണക്ക് എന്താ കാണുന്നത്, നിങ്ങളൊരു ചെലന്തിയെ കാണുന്നു, അപ്പോഴും അതേ കണക്ക് തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെലന്തിയെ കാണുന്നു. പക്ഷെ നിങ്ങൾക്കങ്ങനെ അല്ലല്ലോ, നിങ്ങളുടേത് പ്രതിഫലിപ്പിക്കാത്ത മനസ്സാണ്. അത് എന്ത് കാണുന്നു അതിൻ്റെ രൂപമല്ല നിങ്ങൾ ഇനി വലിച്ചെടുക്കും, അതിനെ പ്രതിഫലിപ്പിക്കുന്നില്ല. നമുക്കൊരു ചെലന്തിയെ കണ്ടാൽ ചെലന്തി കണ്ടോ, നിങ്ങൾക്കൊരു അറപ്പായി. അതിനാണ് അറപ്പ്, അതിന് ദൈവമാണ് ആ രൂപം കൊടുത്തത്. നിങ്ങൾ ഈ അറപ്പ് പ്രകടിപ്പിച്ചാൽ അടുത്ത ജന്മം നിങ്ങൾ ഈ ചെലന്തിയായി മാറും, അല്ലെങ്കിൽ ചെലന്തിയെ പോലെ വികൃതമായ ശരീരമുള്ള ഒരാളായി മാറും. അപ്പം നിങ്ങൾ ഒരു ചെലന്തിയെ കാണുന്നു, ചെലന്തിയെ കണ്ടു, അത്രയേ ഉള്ളൂ, കണ്ടു.
മനസ്സിലായില്ലേ? ഒരു കൊച്ചു കുഞ്ഞിനെ ജനിച്ചു വീണ് 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ചിലന്തിയെ കാണിച്ചാൽ എന്താ? അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെയുള്ളൂ. നിങ്ങളൊരു പാമ്പിനെ കാണുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ പാമ്പിനെ കാണുമ്പോൾ പിന്നെ അത് കടിക്കാതെ മാറി നിൽക്കുക. ഒരു പാമ്പിനെ കാണുന്നു അതിൻ്റെ കീഴ് കയറി എന്നാൽ കടിച്ച് കത്തുപോകും, നമ്മൾ മാറിപ്പോകുന്നു. ആ പാമ്പിനോട് വിരോധവുമില്ല. ഒരു ചിലന്തിയെ കാണുമ്പോൾ അതിനോട് നമുക്ക് അറപ്പുമില്ല, സ്നേഹവുമില്ല. ഒരു മയിലിനെ കാണുമ്പോൾ കൊള്ളാം, അതിനോട് സ്നേഹവുമില്ല, വെറുപ്പുമില്ല. അപ്പം മയിലിനെ കണ്ടാലും ചിലന്തിയെ കണ്ടാലും ഒരേ വികാരം വരണം. നല്ലപോലെ മനസ്സിലായല്ലോ? മയില് ഭംഗിയുള്ളതും ചിലന്തി അറപ്പുള്ളതും. അപ്പോൾ പ്രാവിനെ കണ്ടാലും കാക്കയെ കണ്ടാലും ഒരേ വികാരം വരണം. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പ്രതിഫലിപ്പിക്കാത്ത മനസ്സാണ്. അപ്പോൾ ഇന്നു തൊട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവർ ഇതൊരു പ്രാക്ടീസായിട്ട് എടുക്കുക. മനോഹരമായ വസ്തുക്കൾ കാണുക. ഒരു കടൽ കാണുന്നു, ആ കടൽ അത്രയേ ഉള്ളൂ, അതിനോട് ഒട്ടാതിരുന്നേ. മനസ്സിലായ? ഒരു പൂ കാണുന്നു, ആ പൂ. ഇനി വേണ്ട, നിങ്ങളുടെ മോളെ കാണുന്നു, ആ മോള്, അത്രയേ ഉള്ളൂ. മോള് ചോറ് വേണോ, ചോറ് കൊടുക്കുന്നു. ഒട്ടലില്ല. മോക്ക് പനി, അത്രയേ ഉള്ളൂ, ഗുളിക കഴിച്ചോളൂ. അല്ലാതെ ഉയ്യോ എൻ്റെ കുഞ്ഞിന് പനിയാണോ, ഉയ്യോ അടുത്തിരുന്നു. കണ്ടോ? അപ്പം നിങ്ങളത് പ്രതിഫലിപ്പിക്കാത്ത മനസ്സാണ്. സ്നേഹം കാണിക്കണ്ടെന്നല്ല, കുഞ്ഞിന് പനി, ഓക്കെ പനി. കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാം, ഉള്ളിലാക്കല്ല. മോളെ എങ്ങനെയുണ്ട് മോളെ, അടുത്തിരുന്ന് സ്നേഹത്തിലൊക്കെ പറയാം. പക്ഷേ അതങ്ങ് ഹൃദയത്തിൽ നിന്ന് വരരുത്. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു പ്രാക്ടീസ് നടത്തുക. നല്ലപോലെ പിടി കിട്ടിയല്ലേ? എന്ത് കണ്ടാലും കണ്ടു. ഒരു ചിലന്തിയെ കാണുന്നു, അത്രയേ ഉള്ളൂ. പാറ്റയെ കാണുന്നു, മയിലിനെ കാണുന്നു, മയിൽ, അത്രയേ ഉള്ളൂ. മകളെ കാണുന്നു, ആ മകള്, അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. ഭർത്താവിനെ കാണുന്നു, ഭർത്താവ്. അതിനെക്കുറിച്ച് പിന്നെ മനസ്സിലേക്ക് എടുത്തു വെക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പ്രതിഫലിക്കുന്ന മനസ്സ്. കാരണം കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ രൂപം പ്രതിഫലിക്കും. പക്ഷേ കണ്ണാടിക്ക് നിങ്ങളോട് സ്നേഹവുമില്ല, വിരോധവുമില്ല. അതുപോലെ നിങ്ങൾക്ക് കടലിനെ കാണുമ്പോൾ ആ കടൽ ഒരു പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾക്കതിനോട് യാതൊരുവിധ സ്നേഹവുമില്ല, വിരോധവുമില്ല. മയിലിനെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതുമില്ല, അതിനെ ഒട്ട് നിരാകരിക്കുന്നതുമില്ല. ചിലന്തിയെ കാണുമ്പോൾ അത് അറപ്പാണെന്ന് കരുതുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽക്കൂര ഉറപ്പുള്ളതാണ്. നിങ്ങൾ ആ വീട്ടിൽ സുരക്ഷിതനായിരിക്കും. മറിച്ചാണെങ്കിൽ നിങ്ങൾ കടൽ കാണുമ്പോൾ കടൽ, മോള് കാണുമ്പോൾ എൻ്റെ പ്രാണൻ, റോസാപ്പൂ കാണുമ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോർന്നൊലിക്കുന്ന വീട് പോലെയാണ്. ഒരു വലിയ മഴ വന്നാൽ ആ മഴ മുഴുവനും വീട്ടിൽ വീണാൽ വെള്ളപ്പൊക്കമുണ്ടായി അതിൽ നിങ്ങൾ മുങ്ങി മരിക്കും. ഇവിടെ ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾ. ഇങ്ങനെ വരുമ്പം ആഗ്രഹങ്ങൾ വരും. കണ്ടോ? നിങ്ങൾക്കൊരു മയിലിനെ കാണുമ്പോൾ ആഗ്രഹം വരും, ഒരു മയിൽപ്പീലി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നടേ, സൂക്ഷിച്ചു വെക്കാറുന്നടേ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം വരും. കടലിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെല്ലനോടെ, കാല് നനയ്ക്കണോടെ. കടൽ അടുത്ത് വരുമ്പം പേടി തിരിച്ചോടും. അടുത്ത ആഴ്ച വീണ്ടും പറയും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാമേ, കടലിനെ കാണാൻ നമുക്ക് പോകാമമ്മേ. ഒട്ടലാണ് വരുന്നത്, ഒട്ടല്. അതിനെയാണ് ആസക്തി അഥവാ പാഷൻ എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കയറി വരും. ഒരാഗ്രഹം അടങ്ങുമ്പോൾ അടുത്ത ആഗ്രഹം വരും, അതടങ്ങുമ്പോൾ 10 ആഗ്രഹം വരും. അങ്ങനെ ആഗ്രഹങ്ങളിൽ കിടന്ന് നിങ്ങൾ മുങ്ങി മരിക്കും. നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ഭഗവാൻ വിട്ടത് ഒന്നിനോടും, ഈ ഭൂമിയിൽ കാണുന്ന ഒന്നിനോടും ഒട്ടലില്ലാതെ എല്ലാം കണ്ടിങ്ങനെ ജീവിക്കാനുള്ള പരിശീലനത്തിനാണ്. നിങ്ങളാകട്ടെ വന്ന ഉദ്ദേശം വന്നിട്ട് ഒട്ടും പല പല ആഗ്രഹങ്ങൾ, 100 കൂട്ടം ആഗ്രഹങ്ങൾ. അപ്പം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നില്ല. അടുത്ത ജന്മം നിങ്ങളെ ഏതെങ്കിലും ഒരു ഗർഭപാത്രത്തിലേക്ക് വലിച്ചെറിയും. അവിടുന്ന് ആ വലിച്ചെറിയുന്ന എന്തിനു വേണ്ടിയാണ്? ഇപ്രാവശ്യമെങ്കിലും നീ പോയി ഒന്നിനോടും ഒട്ടാതെ പ്രതിഫലിപ്പിക്കുന്ന മനസ്സുമായി വരിക എന്ന് പറഞ്ഞാൽ കടൽ കണ്ടു, മകള് അതൊക്കെ മകള്, എത്രയോ ജന്മങ്ങളിൽ എത്രയോ മക്കൾ വന്നു, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ബുദ്ധൻ കണ്ടില്ലേ, യശോദയെ വിട്ടിട്ട് പോയില്ലേ? യശോദ ആയിക്കോട്ടെ, യശോദ. അപ്പോൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ എന്താ ബുദ്ധൻ പറഞ്ഞത്? ഞങ്ങൾ വന്നാലും മരിച്ചു പോലും വേർപിരിയില്ല എന്ന് ഉറപ്പ് പറയാമോ?
അപ്പം നമ്മൾ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഡ്യൂട്ടികളൊക്കെ നിങ്ങൾ നിർവഹിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ ആഗ്രഹങ്ങളാകുന്ന പെരുമഴകൾ വരും. നിങ്ങളാകട്ടെ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയാണ്. ആഗ്രഹങ്ങൾ വന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് വീഴുകയും നിങ്ങൾ അതിൽ മുങ്ങി മരിക്കുകയും വീണ്ടും വീണ്ടും ദൈവം നിങ്ങളെ ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഗർഭപാത്രത്തിലേക്ക് വലിച്ചെറിയും. ഇപ്പോഴും അങ്ങനെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ വന്നതാ. ഇപ്പോഴും നിങ്ങൾ അമ്മ, മകൻ, മക്കൾ എല്ലാത്തിനോട് ഒട്ടല്, കടല് ഇങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ദൈവം പറയും, നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത് പഠിക്കാനല്ലേടാ, നീ എന്നിട്ട് വല്ലതും പഠിച്ചാ ഇല്ല, ദാ പോ അടുത്ത ഗർഭപാത്രത്തിലേക്ക് വലിച്ചെറിയും. അതാണ് പുനരഭിജനനം, പുനരഭിമരണം. കേട്ടിട്ടില്ലേ? അപ്പോൾ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നു തൊട്ട് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന മനസ്സുള്ളതാകാൻ ശ്രദ്ധിക്കുക. പിടികിട്ടിയല്ലോ? അടുത്തത് നോക്കേ. അശുദ്ധമായ മനസ്സിനെ പിന്തുടരുന്നവൻ ഇഹത്തിലും പരത്തിലും യാതന അനുഭവിക്കും. രണ്ട് ലോകങ്ങളിലും അവൻ യാതന അനുഭവിക്കും. സ്വന്തം തെറ്റിനെ സ്വയം തിരിച്ചറിയുമ്പോൾ അതെത്രമാത്രം ഭയങ്കരമായിരിക്കും. ഇംഗ്ലീഷിൽ ഹൂഎവർ, ആരാണോ, ഫോളോസ്, ആരാണോ പിന്തുടരുന്നത്, ഇംപ്യുവർ തോട്ട്സ്. ഇംപ്യുവർ തോട്ട്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതിക്കൊള്ളണം. അശുദ്ധമായ മനസ്സ് സഫേഴ്സ്, യാതനകൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കും. ഇൻ ദിസ് വേൾഡ് ആൻഡ് നെക്സ്റ്റ്, ആൻഡ് ദ നെക്സ്റ്റ്, അടുത്ത വേൾഡിലും. ഇൻ ബോത്ത് വേൾഡ്സ്, ഈ രണ്ട് ലോകങ്ങളിലും. ഹീ സഫേഴ്സ്, അവൻ യാതനകൾ അനുഭവിക്കും. ആൻഡ് ഹൗ ഗ്രേറ്റ്ലി വെൻ ഹി സീസ് ദ റോങ്, തെറ്റ് തൻ്റേതാണെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഗൗരവം അവന് മനസ്സിലാകും. ഹി ഹാസ് ഡൺ. അപ്പം എന്താ പറയുന്നത്? നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബുദ്ധൻ പറയുന്നത് അശുദ്ധമായ മനസ്സ് ആർക്കൊക്കെ ഉണ്ടോ, ബുദ്ധന്റെ വചനം ഇതാണ്, അശുദ്ധമായ മനസ്സ് ആർക്കൊക്കെ ഉണ്ടോ അവരെല്ലാം ഈ ലോകത്തിലും ദുഃഖിക്കും, ഇനി വരുന്ന അടുത്ത ജന്മത്തിലും ദുഃഖിക്കും, മരിച്ചു കഴിഞ്ഞ് ചെല്ലുന്ന പരലോകത്തിലും അവൻ യാതനകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഭൂമിയിൽ വന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണെന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, അശുദ്ധമായ മനസ്സെന്ന് പറഞ്ഞാൽ ബുദ്ധൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് മനസ്സ്? ചിന്തകളുടെ കൂമ്പാരം. അപ്പോൾ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ മനസ്സെന്നും അശുദ്ധമായ മനസ്സെന്നും സത്യത്തിൽ ഒരു വേർതിരിവ് ഇല്ല. ഒരു ടേം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എപ്പോഴും ചിന്തിച്ച് നടക്കുന്നവൻ ആരോ? കുളിക്കുമ്പം വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, നടന്നു പോകുമ്പം വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, ചുമ്മാതെ എന്നൊരു കസേര ഇരുന്നുകൊണ്ട് ഓരോന്ന് ആലോചിക്കുന്നു. ഇവരെയാണ് ബുദ്ധൻ അശുദ്ധമായ മനസ്സുള്ളവർ. ഈ ചിന്ത നടത്തുന്നവർക്ക് ഈ ലോകത്തും ഗതി പിടിക്കത്തില്ല, പരലോകത്തും ഗതി പിടിക്കത്തില്ല എന്നാണ് ആര് പറയുന്നത്? ബുദ്ധൻ പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നല്ല കാര്യങ്ങൾ, ഇപ്പം ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നു, അപ്പം ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചാൽ എൻ്റെ മനസ്സ് ശുദ്ധമാകുമോ? ഇല്ല. ബുദ്ധൻ പറയുന്നത് അങ്ങനെയാണ്. ചിന്തകളെല്ലാം അശുദ്ധമാണ്. എന്തുകൊണ്ട്? ഈശ്വരനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ അത്രയും സമയം വീണ്ടും പാഴാക്കുകയാണ്. ആ സമയവും കൂടെ ഒരു ചിന്തകളും ഇല്ലാതിരുന്നാൽ ഈശ്വരൻ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്നത് കാണാം. അപ്പം നിങ്ങൾ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരനെ ഒട്ട് കാണുന്നതുമില്ല, ഒന്നുമില്ല. സത്യത്തിൽ ഈശ്വരനെ കിട്ടാനുള്ള തടസ്സമാണ് ഈശ്വരനെ കുറിച്ചുള്ള ചിന്തകൾ പോലും. അത് കാരണം എന്തുകൊണ്ട്? ഈശ്വരൻ എവിടെ വരുത്തുള്ളൂ? ചിന്തകളടങ്ങുന്ന ശുദ്ധമായ മനസ്സ്. എവിടെയൊക്കെയാണോ ചിന്തകളുള്ളത് അവരശുദ്ധർ. എപ്പോഴാണോ ചിന്തകൾ മുഴുവൻ നിലയ്ക്കുന്നത് അപ്പം നിങ്ങൾ ശുദ്ധർ. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചിന്തകളെ ഒറ്റയടിക്കൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. നിങ്ങൾ കഴിയുന്നത്ര ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുക. അപ്പം മലക്കറി അരിയുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. കുളിക്കുമ്പോൾ ആ കുളി ആസ്വദിക്കുക. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം, ഒന്നും വേണ്ട, നിങ്ങൾക്കൊരു എളുപ്പ വഴി, നിങ്ങൾ കുളിക്കാൻ കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ബാക്കി സമയം എല്ലാം ഞാൻ ചിന്തിക്കും, കുളിക്കാൻ കയറുന്ന ഈ സമയത്ത് മാത്രം ഞാൻ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. എന്നിട്ട് നിങ്ങളൊരു റണ്ണിങ് കമൻട്രി പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്ത വേറെ പോകാതിരിക്കാനാണ്.
ഈ റണ്ണിങ് കമൻട്രി എന്ന് പറയുന്നത്. നിങ്ങൾ മഗ്ഗിനകത്ത് വെള്ളം കോരി ദേഹത്തോട്ട് ഒഴിക്കണം. അപ്പോൾ നിങ്ങൾ പറയാം, ഞാൻ ദാ മഗ്ഗിൽ വെള്ളം കോരി കഴിഞ്ഞു, തലയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു, എന്തൊരു സുഖം, വേണമെങ്കിൽ ഉറച്ചു പറഞ്ഞു. വീണ്ടും ഞാൻ ദാ വെള്ളം കോരി വീണ്ടും ദേഹത്തേക്ക് ഒഴിച്ചു, ഞാൻ ദാ സോപ്പ് എടുത്ത് തേക്കുകയാണ്, വെള്ളമെടുത്ത് ഇങ്ങനെ ഒഴിച്ചു, സോപ്പെല്ലാം പോയല്ലോ, ദാ വീണ്ടും വെള്ളം ഒഴിക്കുന്നു, ഞാൻ തല തോർത്തുകയാണല്ലോ. കുളിമുറിയിൽ നിന്ന് തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോ. ഇങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ ഒന്ന് കുളിമുറി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുക സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഉറപ്പ് വേറൊന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ ഒന്ന് കുളിമുറിയായി, അപ്പോൾ ഒരു ദിവസം ഒന്നായി. രണ്ടാമത്തത് സ്റ്റെപ്പ് പകുതി കയറുമ്പം വന്നാൽ തിരിച്ചിറങ്ങിയിട്ട് നിങ്ങൾ വീണ്ടും കയറുക. അങ്ങനെ പതുക്കെ പതുക്കെയാണ്, അല്ലാതെ ഒറ്റയടിക്ക് എനിക്കിത് പറ്റുന്നില്ല എന്നല്ല പറയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? നിങ്ങളുടെ ചിന്തകളെ എന്ത് ചെയ്യുക? അടക്കുക. ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ കുളിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കും? ബുദ്ധൻ പറയുന്നു നിങ്ങൾക്ക് അശുദ്ധ മനസ്സ്. നിങ്ങൾ വെണ്ടയ്ക്ക അരിയുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചിന്തിക്കും? ബുദ്ധൻ പറയുന്നു അശുദ്ധമായ മനസ്സ്. ചോറുണ്ണുന്നു, 2-3 ഉരുള കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കും? അപ്പോൾ ബുദ്ധൻ പറയുന്നു അശുദ്ധമായ മനസ്സ്. നല്ലതുപോലെ മനസ്സിലായില്ലേ? അതേസമയം നിങ്ങൾ കുളിക്കുന്നു, ഞാൻ പറഞ്ഞ കണക്ക് കുളിക്കുകയാണ്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, കുളിക്കുന്നു, വെള്ളം കോരി ഒഴിക്കുന്നു, അപ്പം നിങ്ങളുടെ മനസ്സ് ശുദ്ധ മനസ്സ്. അത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിച്ചാൽ ആ നിമിഷം ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടും, സംശയം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ചിന്തകളെ ഞാൻ അടക്കിയിട്ടുണ്ട് ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടൊന്നുമല്ല. അങ്ങനെ അടക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ചിന്തകൾ അടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓം എന്ന ശബ്ദം കേൾക്കാം. ഞാൻ ഗ്യാരണ്ടി. ചിന്തകൾ അടങ്ങിക്കഴിയുമ്പോൾ ഓം എന്ന ശബ്ദം കേൾക്കാം. എന്ന് മാത്രവുമല്ല, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ അപകടമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഈശ്വരൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾക്കത് ഒഴിവാക്കാം. ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഈശ്വരൻ പറഞ്ഞു തരും, ഇവൻ നിന്നെ കുഴിയിൽ ചാടിക്കുമെന്ന്. പക്ഷേ ചിന്തകൾ കിടക്കുന്നത് കൊണ്ട് ആ ശബ്ദം മേപ്പോട്ട് വരുന്നില്ല. മണ്ണാൽ ഒരു കുഴിയെടുത്തു, ഒരുത്ത കുഴിക്കകത്ത് കിടക്കുക, അവൻ്റെ പുറത്ത് മണ്ണിട്ട് മൂടി. ആ മണ്ണിട്ട് മൂടിയത് കൊണ്ട് അവൻ പറയുന്ന ശബ്ദം പുറത്ത് വരത്തില്ല. മണ്ണിട്ട് മൂടിയാലും അവന് ശ്വസിക്കാൻ പറ്റുമെന്നും കരുതിക്കോ നിങ്ങൾ. പക്ഷെ അവൻ്റെ ശബ്ദം പുറത്ത് വരത്തില്ല, മേളി മണ്ണ് കിടക്കുകയാണ്. ഈ മണ്ണാണ് ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈശ്വരൻ ഉടനെ തെളിഞ്ഞ് വരുന്നത് കാണാം. പിന്നെ നിങ്ങളെ ഈ ലോകത്താർക്കും ഒന്നും നിങ്ങളെ തോൽപ്പിക്കാനോ നിങ്ങളെ കീഴ്പ്പെടുത്താനോ പറ്റില്ല. അപ്പൊ ബുദ്ധൻ പറയുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? അശുദ്ധമായ മനസ്സുള്ളവൻ അവന് ഈ ലോകത്തും ഗതി പിടിക്കില്ല, പരലോകത്തും ഗതി പിടിക്കില്ല, ഇനി വരുന്ന ജന്മത്തിലും അവൻ ഗതി പിടിക്കില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും പല പല ഗർഭപാത്രങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കും. ശുദ്ധമായ മനസ്സെന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെനാൽറ്റി കിക്ക് എടുക്കുമ്പോൾ ഗോളി, അപ്പോൾ ഗോളിക്ക് വേറെ ഒരു ചിന്തയില്ല. ഗോളിയുടെ മനസ്സിൽ ആ ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഗോളിയുടെ മനസ്സ് ശുദ്ധമായ മനസ്സ്. ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നു, അപ്പോൾ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുകയാണ് ഒരു ഡോക്ടർ. ആ സമയത്ത് ഡോക്ടറുടെ മനസ്സിൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നുമില്ല, താൻ ചെയ്യുന്ന ജോലി സിൻസിയറായി ചെയ്യുകയാണ്. ആ ഓപ്പറേഷൻ തീരുന്നത് വരെ ആ ഡോക്ടറുടെ മനസ്സ് ശുദ്ധമായ മനസ്സ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ശുദ്ധമായ മനസ്സെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോക്ടർ പല കാര്യങ്ങൾ ചിന്തിക്കും. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ആ ജോലി ചെയ്യുന്ന അതേ ആത്മാർത്ഥതയിൽ അന്നത്തെ ദിവസം മുഴുവനും അദ്ദേഹം ചെയ്യുമെങ്കിൽ അന്ന് രാത്രി അദ്ദേഹത്തിന് ഈശ്വര ദർശനം കിട്ടിയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈശ്വര ദർശനം കിട്ടണമെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ പോയാൽ കിട്ടില്ല. നിങ്ങൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ചിന്തകളെ അടക്കുക. ആ ദിവസം എന്ന് വരുന്നുവോ അന്ന് നിശ്ചയമായും നിങ്ങൾക്ക് മോക്ഷം കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയി എത്ര വ്രതം നോറ്റു, അതൊന്നും കാര്യമാകില്ല. വീണ്ടും വീണ്ടും ഗർഭപാത്രങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടും. നിങ്ങൾക്ക് അങ്ങനെ ചിന്തകളെ നിർത്താനുള്ള ആ ഒരു കഴിവ് എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകട്ടെ. നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ഒരു ദിവസം ഒരു കാര്യം കുളിക്കുമ്പം മാത്രം ചെയ്യും.
അങ്ങനെ ഒരാഴ്ച പോകും. അടുത്ത ആഴ്ച കുളിക്കുമ്പോഴും നമ്മൾ ബോധപൂർവം ചെയ്യും, സ്റ്റെപ്പ് കയറുമ്പോഴും ബോധപൂർവം ചെയ്യും. അങ്ങനെ ഒരാഴ്ച പോകും. അത് കഴിയുമ്പോൾ സ്ത്രീകൾ വിചാരിക്കുക എന്തെങ്കിലും മലക്കറിയോ മറ്റോ അരിയുമ്പോഴും കൂടെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഇനി ഇങ്ങനെ ചെയ്താലോ നിങ്ങൾക്ക് ഒരിക്കലും അപകടം ഉണ്ടാകത്തില്ല. നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഉരുണ്ട് വീഴുന്നത് വേറെന്തോ ചിന്തിച്ചു പോകുന്നതുകൊണ്ടാണ്. കുളിമറി കാല് തന്നെ വീഴുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് കയറുന്നതാണ്. മലക്കറി അരിയുമ്പോൾ പിച്ചാത്തി വന്ന് കൈമുറിയുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടാണ്. പലപ്പോഴും കാർ ഓടിക്കുമ്പോൾ തന്നെ അപകടം ഉണ്ടാകുന്നത് മനസ്സ് വിട്ടു പോകുമ്പോഴാണ്. അപ്പോൾ ബോധപൂർവം ചെയ്താൽ നിങ്ങൾക്ക് അപകടവും പറ്റില്ല. അതിനെൻ്റെ പ്രേക്ഷകർക്ക് കഴിയട്ടെ. ബുദ്ധനും കൃഷ്ണനും രാധാജിയും അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.